ഡീമൺ സ്ലെയർ കോപ്സ് ഒരിക്കൽ പോലും യൊരീച്ചിയെ പുറത്താക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് പരിശോധിക്കാം. മുസാൻ രക്ഷപ്പെട്ടതും ഡീമണായ ടമായോ വധിക്കാത്തതിന്റെ പേരിലുമാണ് യൊരീച്ചിയെ ഡീമൺ സ്ലെയർ കോപ്സിൽ നിന്ന് പുറത്താക്കിയത്. ശരിക്കും അങ്ങനെയാണോ സംഭവം, അതോ ഇനി ഇതെല്ലാം ഉബുയാഷിയുടെ പ്ലാൻ ആണോ? നമുക്കറിയാം യൊരീച്ചിയുടെ മോമെന്റ്സ് മറ്റുള്ളവർക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണ് യൊരീച്ചി ടൈപ്പ് 0 എന്ന ഡോള്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൊരീച്ചിയെ ഒരു സാധാരണ സോർട്സ്മാൻ ആയിട്ടായിരുന്നില്ല ഡീമൺ സ്ലെയർ കോപ്സ് കണ്ടിരുന്നത്. തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ സോർട്സ്മാൻ ആണ് യൊരീച്ചി എന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഡീമൺ സ്ലെയർ എല്ലാവരും, ഈവൻ ഹാഷിറാസ് പോലും യൊരീച്ചിയുടെ പാത പിന്തുടരാനാണ് ആഗ്രഹിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് യൊരീച്ചിയെ പോലെ ഒരാളെ ഡീമൺ സ്ലെയർ കോപ്സ് പുറത്താക്കി? നമുക്കറിയാം ഉബുയാഷിക്ക് ഫാമിലിയിലുള്ളവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള എബിലിറ്റി ഉണ്ടെന്ന്. ഒരു പക്ഷേ യൊരീച്ചിയെ പ്രത്യക്ഷത്തിൽ കൂടെ നിർത്തുന്നതിനേക്കാൾ രഹസ്യമായി തങ്ങൾക്കൊപ്പം നിർത്തുന്നതാണ് നല്ലതെന്ന് ഉബുയാഷിക്ക് വിചാരിച്ചിരിക്കണം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ യൊരീച്ചി ടൈപ്പ് 0 എന്ന ഡോള് നിർമ്മിച്ചത് ഡീമൺ സ്ലെയർ കോപ്സ് ആണ്. കൂടാതെ അതിനകത്തിരിക്കുന്ന വാളും യൊരീച്ചിയുടേതാണ്. യൊരീച്ചി ശരിക്കും ഡീമൺ സ്ലെയർ കോപ്സിൽ നിന്ന് ലെഫ്റ്റ് ആയതാണെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ യൊരീച്ചിയുടെ വാള് കിട്ടി? ഈ ഡോട്ട്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഉബുയാഷിക്കയുടെ ഉത്തരവ് പ്രകാരം ഡീമൺ സ്ലെയർ കോപ്സിന് വേണ്ടി യൊരീച്ചി രഹസ്യമായി പ്രവർത്തിച്ചിരിക്കാനാണ് സാധ്യത. യൊരീച്ചിയെ പോലെ പവർഫുൾ ആയ ഒരാളെ ഡീമൺ സ്ലെയർ കോപ്സ് ഒരു കാരണവശാലും പുറത്താക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുക? ഈ ഒരു തിയറിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമെ ഫാക്ട്സ് അറിയാനായി ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക.